ഹലോ മക്കളെ, അക്ഷയ് സാർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് മക്കൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ സിലബസിന് വന്ന മാറ്റം. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഒരുപാട് പരിഷ്കാരങ്ങൾ, ഒരുപാട് മാറ്റങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ 9ാം ക്ലാസ് സിലബസ് NCERT പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള പഠനം, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം അനിവാര്യമാണ് മികച്ച മാർക്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സിലബസും ഈ അപ്ഡേറ്റഡ് ആയി വന്ന സിലബസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, മുന്നത്തെ വർഷത്തെ 9ാം ക്ലാസ് ബയോളജി സിലബസിൽ 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുണ്ടായത്. സെൽസ്, പിന്നെ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി നമുക്ക് പഠിക്കുന്നുണ്ടെന്ന് വേണം പറയാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതോടൊപ്പം തന്നെ പുതുതായി നമ്മൾ പഠിക്കുന്നത് റീപ്രൊഡക്ഷൻ ആണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ വളരെ കുറച്ച് റീപ്രൊഡക്ഷൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ 9ാം ക്ലാസ് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ 10ാം ക്ലാസ്സിൽ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങൾ 9ലേക്കും വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളത് തീർച്ചയായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ഏരിയ പുതിയതായിട്ട് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ തരംതിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, ഏതൊക്കെ രീതിയിലാണ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ 9 CBSEയിൽ പഠിക്കുന്ന ആ ഒരു സിലബസിനേക്കാൾ ഒരുപാട് വാസ്റ്റായി, ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു പുതിയ NCERT സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി NCERT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ പഠിക്കണം. ഇപ്പോൾ സെല്ലിൻ്റെ ചാപ്റ്റർ, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ സെല്ലാണെന്ന് പറഞ്ഞു. ഈ സെൽ എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ മിയോസിസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മൈറ്റോട്ടിക് ഡിവിഷൻ്റെ കാര്യങ്ങൾ, മിയോട്ടിക് ഡിവിഷൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പുതിയതായിട്ട് ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫ്യൂഷൻ ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ മികച്ച മാർക്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ അത് കൂടാതെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സെൽ ബയോളജി എന്നുള്ള ഒരു പുതിയ ഏരിയ കൂടി പുതിയ സിലബസിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ തീർച്ചയായിട്ടും ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അവിടെ നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ചാപ്റ്റർ അതിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ അതിൻ്റെ ഫുൾനെസ്സിലേക്ക് നമ്മൾ എത്തുന്നു. ആ രീതിയിൽ മികച്ച മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ടിഷ്യൂസിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ടിഷ്യൂസിൽ ഒരുപാട് ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും നമ്മൾ പഠിച്ചു പോകുന്നു. അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരണം വന്നതിൽ ഒരുപാട് അധിക കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. എസ്പെഷ്യലി പലതരത്തിൽ, പ്രത്യേകിച്ച് ഫിറ്റ്നസ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫിറ്റ്നസ്, എക്സസൈസ്, അതിൽ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, അതിൻ്റെ റോള് വളരെ മികച്ച രീതിയിൽ തന്നെ അതിവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മികച്ച രീതിയിലുള്ള ഒരു സിലബസ് അപ്ഡേറ്റ് തന്നെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ NCERT ടെക്സ്റ്റ് ബുക്ക് സിലബസിൽ നമ്മുടെ റീപ്രൊഡക്ഷൻ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ആ 10ാം ക്ലാസ്സിലെ റീപ്രൊഡക്ഷൻ അത് 9ലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ മികച്ചൊരു കാര്യമാണ്. റീപ്രൊഡക്ഷനുള്ള ഓൾറെഡി ഒരു ബേസ് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ കിട്ടി. അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പുതിയ സിലബസിൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും റീപ്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ മികച്ച രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കും. അതുവഴി നിങ്ങളുടെ ഭാവി പഠനം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റീപ്രൊഡക്ഷനിൽ തന്നെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ജീവികളുടെ പേര്, ഏതൊക്കെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അങ്ങനെയുള്ള മികച്ച രീതിയിലുള്ള ഒരു സിലബസ് പാറ്റേൺ തന്നെയാണ് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുതുതായിട്ട് ഡൈവേഴ്സിറ്റി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തരംതിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൽ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ചലഞ്ചസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ പറയുന്നുണ്ട്. ബൈനോമിയൽ നോമിൻക്ലേച്ചർ, ജീവജാലങ്ങൾക്ക് പേര് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് സിലബസ് വളരെ മികച്ച രീതിയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന സിലബസ് തന്നെയാണ് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, പഠനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിലബസ് അലൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാര്യങ്ങൾ മികച്ച രീതിയിൽ സ്ട്രക്ചേർഡായിട്ട് പഠിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായി നമുക്ക് തോന്നാം. കാരണം
സിലബസിൽ ചേഞ്ചസ് വരുമ്പോൾ ചാപ്റ്റർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പല കുട്ടികളിലും ഉണ്ടാവുന്ന പ്രൈമറി ആയിട്ടുണ്ടാവുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, ചാപ്റ്ററിൻ്റെ എണ്ണം കൂടി, കൺസെപ്റ്റ് കൂടി എന്ന് പറയുമ്പോൾ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയുണ്ടാവും. തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ പാറ്റേണിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അങ്ങോട്ട്, അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പലതരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് വരെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. സോ മക്കളെ, മികച്ച രീതിയിൽ തന്നെ പഠിക്കുക. സൈലം എന്നും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.